ഹായ് മക്കളെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് സിമ്പിൾ ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. ക്ലാസ് അവൈലബിൾ ആവാൻ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. +2 1200 വിദ്യാർത്ഥികളിൽ 770 പേർക്ക് ഫുൾ A+ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ കിഡിലൻ സ്ട്രാറ്റജി ഉള്ള ഞങ്ങളുടെ +2 ഓൺലൈൻ ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എടാ, ഞങ്ങൾ 2 എലമെൻറ്റുകൾ, 2 പേരും സെയിം ഗ്രൂപ്പാണ്. ഞങ്ങളിൽ ഒരാൾക്കാണ് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ലോകത്ത് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ആളാരാ? ഫ്ലൂറിൻ. അപ്പോൾ ഞങ്ങളിൽ ഒരാൾ ഫ്ലൂറിനാണെന്ന് മനസ്സിലായി. ആൻഡ് ഞങ്ങളിൽ മറ്റവനാണ് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ആളാരാ? ക്ലോറിൻ. അപ്പം ഞങ്ങൾ ആരാണെന്ന് കണ്ടെത്തുക. ഫ്ലൂറിൻ, ക്ലോറിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിട്ടാ. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എടാ, ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ ആറ്റം ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒന്നുകൂടെ പറയാം. ഒരു ആറ്റം ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, അതിലേക്ക് ഞാനൊരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ചില ആറ്റങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് എനർജി തരും, ചില ആറ്റങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് തന്നെ എനർജി കൊടുക്കേണ്ടി വരും. രണ്ടിൻ്റെയും പേരും തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ എന്താ ഡെഫിനിഷൻ പറയാം? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഓർ റിക്വയർഡ്. ഒന്നിരിക്കും ഇങ്ങോട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നത്. എപ്പോൾ? when an electron is gained by gained എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. gained by 1 mole gaseous atom. 1 mole gaseous atom എല്ലായിടത്തും ചെറപറ പറഞ്ഞോളണം, അപ്പോഴേ ഡെഫിനിഷൻ ആവുള്ളൂ. എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഓർ റിക്വയർഡ് when an electron is gained by 1 mole gaseous atom. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആരാണ് ആദ്യമായി പീരിയോഡിക് ലോ ഉണ്ടാക്കിയത്? മെൻഡലീവ്. അറിയാവുന്ന കാര്യമല്ലേ? പീരിയോഡിക് ലോ ഉണ്ടാക്കിയത് മെൻഡലീവാണ്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ലോ പറയാൻ. എടാ, മെൻഡലീൻ്റെ പീരിയോഡിക് ലോ ചോദിക്കാം, മോഡേൺ പീരിയോഡിക് ലോ ചോദിക്കാം, ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, അറിയാത്തവർ മാത്രം ഒന്ന് എഴുതിയെടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുത്തോ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. എങ്ങനെ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്നാണെങ്കിൽ അത് മെൻഡലീൻ്റെ പീരിയോഡിക് ടേബിളാണ്, പീരിയോഡിക് ലോ ആണ്. അറ്റോമിക് നമ്പർ എന്നാക്കി കഴിഞ്ഞാൽ മോഡേൺ പീരിയോഡിക് ലോ ആയി. അറിയാത്തതായി ആരും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ കാരണം പറയണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. 2 ക്വസ്റ്റ്യൻ അവിടെ വരാം. എടാ, ബെറിലിയത്തിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ബോറോണിനേക്കാൾ കൂടുതലാണ്, നൈട്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ഓക്സിജനേക്കാൾ കൂടുതലാണ്. ഈ 2 എണ്ണം എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ആളാണ്. ഇതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ബെറിലിയത്തിന് 2s2 കോൺഫിഗറേഷനാണ്, നൈട്രജന് 2p3 കോൺഫിഗറേഷനാണ്. 2s2 എന്ന് പറഞ്ഞാൽ ഫുൾഫിൽഡ് കോൺഫിഗറേഷനാണ്, 2p3 എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. ഇതിൽ ഏതാ ചോദിക്കാൻ അറിയാൻ പറ്റില്ല, ഏത് ചോദിച്ചാലും ഉത്തരം എഴുതേണ്ട രീതി പറഞ്ഞുതരാം. ഫുൾഫിൽഡ് ആണെങ്കിലും ഹാഫ് ഫിൽഡ് ആണെങ്കിലും അത് സ്റ്റേബിൾ ആണ്. അപ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. ഇതാണ് റീസൺ. അപ്പോൾ എങ്ങനെയാടാ കഥ പറയാം? ഇന്നിപ്പോൾ നൈട്രജനെ കുറിച്ചാണ് ചോദിച്ചത്. The last outermost electronic configuration of nitrogen is 2p3, which is half filled and extra stable. Therefore the ionization enthalpy of nitrogen is greater than oxygen. ഫൈനലി ആ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞെങ്കിൽ അത് വെച്ചിട്ട് അവസാനിപ്പിച്ചേക്കണേ. ഇനിയിപ്പോൾ ബെറിലിയത്തെ കുറിച്ചാണെങ്കിലും ഇതേപോലെ തന്നെ, പക്ഷേ 2p3 എന്നുള്ളതിന് പകരം 2s2 എന്നാകും, ഹാഫ് ഫിൽഡ് എന്നതിന് പകരം ഫുൾ ഫിൽഡ് ആകും. അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മോനെ, അറ്റോമിക് റേഡിയസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് കുറയും, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് കൂടും. ഇത് 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അറ്റോമിക് റേഡിയസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കുറയാനുള്ള കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. വായിച്ചു പഠിച്ചേ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഇതിലേതെങ്കിലും ഒന്നാ ചോദിക്കുക. അറ്റോമിക് റേഡിയസ് ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു എന്നത് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഇൻക്രീസ് ചെയ്യുന്നു എന്നും ചോദിച്ചേക്കാം. ഏത് ചോദിച്ചാലും ഉത്തരം പറയണം. ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം ഇതാണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. Z എഫക്റ്റീവ് എന്നാണ് ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ എഴുതുക. അത് വായിക്കൽ എങ്ങനെയാണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. താഴത്തേക്ക് വരുമ്പോൾ സൈസ് കൂടിക്കൂടി വരുന്നു. അതിൻ്റെ കാരണം നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്. ഇതിലേതെങ്കിലും ഒന്ന് ചോദിച്ചേക്കും, നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്. ഇത് പിന്നെ വളരെ ഫേമസ് ക്വസ്റ്റ്യനാണ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പൊന്നുമക്കളെ ഈ ദുനിയാവിലില്ല. ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാൾ കുറവാണ്. എന്തുകൊണ്ട്? കാരണം എന്താ? ഫ്ലൂറിൻ വളരെ സ്മോൾ ആറ്റമാണ്. ഫ്ലൂറിൻ വളരെ ചെറുതാണ്. ഇതാണ് ഫ്ലൂറിൻ, കാണാൻ മാത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു ഇലക്ട്രോണും കൂടി എക്സ്ട്രാ കൊടുക്കലാണല്ലോ. അതൊന്നും ഫ്ലൂറിൻ അത്ര ഇഷ്ടപ്പെടില്ല, കാരണം അതിൻ്റെ ചെറിയ വീടാണ്.
ഇനി അതിലേക്ക് എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാകും. നിങ്ങൾ എന്തെഴുതിയാലും കുഴപ്പമില്ല, ഈ വാക്ക് അതിലുണ്ടാവില്ല, നിർബന്ധമാണ്. ഫ്ലൂറിൻ ഈസ് വെരി സ്മോൾ എന്നൊരു വാക്ക് വേണം. അഡീഷൻ ഓഫ് ആൻ എക്സ്ട്രാ ഇലക്ട്രോൺ കോസസ് ഇലക്ട്രോൺ റിപ്പൾഷൻ എന്നൊരു വാക്കും അതിൽ വേണം. ദെർഫോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. അത് വെച്ച് ബാക്കി അറേഞ്ച് ചെയ്താൽ മതി. ഇതേ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ സൾഫർ എന്തുകൊണ്ട് എന്നും ചോദിച്ചേക്കാം. സെയിം ആൻസർ. ഫ്ലൂറിൻ എന്നുള്ളതിന് പകരം ആരെടുത്ത് എഴുതുക? ഓക്സിജൻ ഈസ് വെരി സ്മോൾ. അഡീഷൻ ഓഫ് ആൻ എക്സ്ട്രാ ഇലക്ട്രോൺ ഇൻ ടു ഓക്സിജൻ കോസസ് ഇലക്ട്രോൺ റിപ്പൾഷൻ. ദെർഫോർ ഓക്സിജൻ. ഡിസ്കസ് about the main features of Mendeleev's periodic table. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റും ഡീമെറിറ്റും പരീക്ഷയ്ക്ക് ചോദിക്കും. മെറിറ്റ് എന്താ? എടാ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, വേഗം എഴുതിയെടുത്തോ. അറിയാത്തവർ എഴുതിയാൽ മതി, അറിയണവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. എന്താണ് ഒന്നാമത്തെ മെറിറ്റ്? ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെൻറ്റുകളെ ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. രണ്ടാമത്തത് ലെഫ്റ്റ് സം സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ്. അന്ന് കണ്ടെത്തിയിട്ട് പോലും ഇല്ലാത്ത എലമെൻറ്റുകൾക്ക് വേണ്ടി അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ സ്പേസ് വിട്ടു. അതിന് എക്സാമ്പിളാണ് എക്കാ അലുമിനിയം എന്ന അദ്ദേഹം ഒരു എലമെൻറ്റിന് പേരിട്ടു. എക്കാ സിലിക്കൺ എന്ന അദ്ദേഹം ഒരു എലമെൻറ്റിന് പേരിട്ടു. അന്ന് ആ എലമെൻറ്റ് കണ്ടെത്തിയിട്ടില്ല. പിൽക്കാലത്ത് ആ എലമെൻറ്റുകളെ കണ്ടെത്തി. അത് ആരാണെന്ന് ചോദിക്കും. എക്കാ അലുമിനിയം ഗാലിയം. എക്കാ സിലിക്കൺ ജർമേനിയം. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ മെൻഡലീവിൻ്റെ രണ്ട് മെറിറ്റ് പറയാൻ പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള എലമെൻറ്റുകൾ ഒരേ ഗ്രൂപ്പിൽ വന്നു. പിന്നെ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സിന് അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ സ്പേസ് വിട്ടു. ഡീമെറിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയണം. എടാ ഒരേ സ്വഭാവമുള്ള എലമെൻറ്റുകൾ ഒരേ ഗ്രൂപ്പിൽ വന്നപ്പോഴും ചില സ്ഥലത്തൊക്കെ ഡിഫറൻറ്റ് സ്വഭാവമുള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ പറയാം? ഇൻ സം ഗ്രൂപ്പ്സ് എലമെൻറ്റ്സ് വിത്ത് ഡിസിമിലർ പ്രോപ്പർട്ടീസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. ചില ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്തു? ഡിസിമിലർ പ്രോപ്പർട്ടി ഉള്ളവർ ഒരേപോലെ വന്നു. അതുപോലെ ഹൈഡ്രജന് അദ്ദേഹം സ്പെഷ്യൽ സ്പേസ് കൊടുത്തില്ല എന്നല്ല, സെപ്പറേറ്റ് സ്പേസ് കൊടുത്തില്ല. മോഡേൺ പീരിയോഡിക് ടേബിൾ ഹൈഡ്രജന് സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ അതില്ല. അതുപോലെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾക്ക് സെപ്പറേറ്റ് എന്തില്ല? പൊസിഷൻ ഇല്ല. ഡി ബ്ലോക്കിനും എഫ് ബ്ലോക്കിനും സെപ്പറേറ്റ് പൊസിഷൻ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഇല്ല. സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ നമ്മൾ പഠിച്ചു. എടാ 112 എന്ന എലമെൻറ്റിൻ്റെ IUPAC നെയിം പറയാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എഴുതുന്നുണ്ട്, അറിയണവർ വേഗം പോയിക്കോ. 1 വന്നാൽ അൺ, 2 വന്നാൽ ബൈ, 3 വന്നാൽ ട്രൈ, 4 വന്നാൽ ക്വാഡ്, 5 വന്നാൽ പെൻഡ്, 6 വന്നാൽ ഹെക്സ്, 7 വന്നാൽ സെപ്റ്റ്, 8 വന്നാൽ എന്താ ഒക്റ്റ്, 9 വന്നാൽ എൻ. ഇങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. 1 1 2 അൺ ബയ്യം, 1 അണ്ണ്, അടുത്ത 1 അണ്ണ്, പിന്നെ 2 ബയ്യം. അറിയാത്തവരായി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളവരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇതിൽ നിന്ന് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളെ തരംതിരിക്കണം. ഇതാരടാ? നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 7. അപ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7. ഇതാരടാ? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 8. അപ്പോൾ അവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. അതിലേക്ക് ഒരു 2 ഇലക്ട്രോൺ കൂടി ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. നെഗറ്റീവ് ചാർജ് വന്നാൽ 2 ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു എന്നാണ്. സോ ദിസ് ഇസ് 10. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതിലേക്ക് 1 ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ദിസ് ഇസ് 10. മാഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര? 10. അലുമിനിയം 13 ആണ്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയിട്ടുണ്ട്. ബാക്കി എത്ര? 11. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. അതിൽ നിന്ന് 1 പോയിട്ടുണ്ട്. ബാക്കി എത്ര? 10. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് ആരടാ? ഇതിൽ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആൾക്കാരെ പറ. O2 - F - Mg2 + Na+. ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളവരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഓക്കെ, വാട്ട് യു ഒബ്സർവ് ഫ്രം ദി ഗ്രാഫ്, ഗിവ് ജസ്റ്റിഫിക്കേഷൻ ഫോർ യുവർ ഒബ്സർവേഷൻ. ഇതാരാണ്? അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഗ്രാഫാണ്. ഒരു ഗ്രൂപ്പിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്ന എലമെൻറ്റുകളാണ് ഈ കാണുന്നത്. അവരുടെ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഗ്രാഫ് ഒന്ന് നോക്കിയേ. ലിഥിയത്തിനാണ് ഏറ്റവും കൂടുതൽ, പിന്നെ താഴത്തേക്ക് കുറഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ഡിക്രീസസ്. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. എന്തുകൊണ്ട്? ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം.
കാരണം എത്രയേ ഉള്ളൂ, അയണൈസേഷൻ എൻതാൽപ്പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസാണ്. ഡയറക്റ്റ്ലി അല്ല, ഇൻവേഴ്സ്ലി ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസാണ്. അപ്പോൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അപ്പോൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം സൈസ് ഇങ്ങനെ കൂടി വരികയാണ്. അതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നത്. ദാറ്റ് ഈസ് ദി ജസ്റ്റിഫിക്കേഷൻ. ഇതിൽ ഏറ്റവും ലാർജസ്റ്റും സ്മോളസ്റ്റും കണ്ടെത്തണം. എടാ, സൈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ചാർജും സൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പോസിറ്റീവ് ചാർജുമാണ്. നെഗറ്റീവ് ചാർജ് ഏറ്റവും കൂടുതലുള്ളവനാണ് ലാർജസ്റ്റ്. സോ ഹിയർ ഇവൻ ഈസ് ലാർജസ്റ്റ്, ഇവൻ ഈസ് സ്മോളസ്റ്റ്. പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളവൻ സ്മോളസ്റ്റ്. ഇലക്ട്രോനെഗറ്റിവിറ്റീസ്. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഈ ഡെഫിനേഷൻ ഓർത്ത് വെക്കണേ. എബിലിറ്റി ഓഫ് ആൻ എലമെന്റ് ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. അറിയാത്തവരെ എഴുതി വെച്ചോളൂ. എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. നെയിം എ ന്യൂമറിക്കൽ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. 3 സ്കെയിൽ ഉണ്ട്, 3 പഠിച്ചു വെച്ചോ. 1 പോളിംഗ് സ്കെയിൽ, 2 മുള്ളിക്കൻ സ്കെയിൽ. 3 സ്കെയിൽ ഉണ്ട് കേട്ടോടാ. ഇലക്ട്രോനെഗറ്റിവിറ്റി അളക്കാൻ 3 സ്കെയിൽ ഉണ്ട്, പേര് പഠിച്ചു വെച്ചോളാം. 3 ഓൾറെഡ് റോഷോ സ്കെയിൽ. ഓൾറെഡ് റോഷോ സ്കെയിൽ. ഇങ്ങനെ 3 സ്കെയിൽ ഉണ്ട്, മറക്കരുത്. ഗീവ് റീസൺ ഫോർ ദി ഫോളോയിങ്. ഫോസ്ഫറസ് ഫോംസ് PCl5 വൈൽ നൈട്രജൻ കനോട്ട്. എടാ, ഫോസ്ഫറസിന് 5 വാലൻസി, സറൗണ്ടിങ്സിൽ 5 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. നൈട്രജൻ അത് ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിന് കാരണം ഇതാണ്. ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വയ്ക്കുക. 1s2 2s2 2p6 3s2 3p2 3p3 എന്ന് വരും. 3 ഇവിടെ സ്റ്റാർട്ടായില്ലേ. അപ്പോൾ അവിടെ ഒരു 3D ഉണ്ടാകും. അതിൽ ഇലക്ട്രോണൊന്നും ഇല്ല. ഇങ്ങനെ ഒരു 3D അവിടെ ഉണ്ടാവും. പക്ഷേ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 1s2 2s2 2p3. പരിപാടി കഴിഞ്ഞു. ഇവിടെ ഡി ഇല്ല. 2 അല്ലേ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. 2ൽ ഡി ഇല്ലല്ലോ. അങ്ങനെ വാക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഫോസ്ഫറസിലുണ്ട്, നൈട്രജനിൽ ഇല്ല. അതുകൊണ്ട് വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉള്ളതുകൊണ്ടാണ് അവിടേക്ക് പോലും ബോണ്ടിനെ അക്സെപ്റ്റ് ചെയ്ത് PCl5 ഫോം ചെയ്യാൻ പറ്റണേ. നൈട്രജനിൽ വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഈസ് ആബ്സെൻറ്റ്, ദെർഫോർ നൈട്രജൻ കനോട്ട് ഫോം NCl5. മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ എൻ്റെ കൂടെ. ഫസ്റ്റ് മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ് ഇൻ ദി SP ബ്ലോക്ക് ഡിഫേഴ്സ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ഫാമിലി. ശരിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിന്ന്, ലെഡ്. ഇതിൽ ഗ്രൂപ്പ് 14 ആണ് കേട്ടോ ഞാൻ എഴുതിയത്. ഇതിൽ ഒന്നാമത്തെ ആൾക്ക് ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളിൽ നിന്ന് ഒരു കുറുമ്പ് ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ കോമൺ ആയിട്ടൊരു വിശേഷം ഉണ്ടാവും, പക്ഷെ ഒന്നാമത്തെ ആൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. ആ കുറുമ്പിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ദാറ്റ് ഈസ് കോൾഡ് അനോമലസ് ബിഹേവിയർ. അനോമലസ് ബിഹേവിയർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ കുറുമ്പുണ്ടായത്? റൈറ്റ് എനി വൺ റീസൺ ഫോർ ഇറ്റ്. 3-4 റീസൺ ഉണ്ട്. കാരണം ഇയാൾക്ക് സ്മോൾ സൈസാണ്, ബാക്കിയുള്ളവരെക്കാൾ സ്മോൾ സൈസാണ്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്, ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അല്ല, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേണ്ട, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ്. 4-മത്തെ റീസൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളിൽ ആബ്സെൻസ് ഓഫ് വാക്കൻ്റ് ഡി ഓർബിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ഇയാളിൽ മാത്രം വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഇല്ല, ബാക്കി എല്ലായിടത്തും വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 4 റീസൺ ഒന്നൊക്കെ ചോദിച്ചിട്ട് 4 അങ്ങോട്ട് കൊടുത്താൽ നോക്കുന്ന ആൾക്കൊരു ഒരു സുഖം ഉണ്ടാവില്ലേ? കൊടുക്ക്. സ്മോൾ സൈസ്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോൺ ഗെയിൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഫൈനൽ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആബ്സെൻസ് ഓഫ് വാക്കൻ്റ് ഡി ഓർബിറ്റൽ. റൈറ്റ് ദി ജനറൽ കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ്. ഡി ബ്ലോക്കിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? NS1 to 2 N-1 D 1 to 10. എടമനെ, ഇത് ഞാൻ ഓരോ ബ്ലോക്കിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ അറിയണം. എവിടെ? എസ് ബ്ലോക്കിൻ്റെ എന്താടാ? NS1 to 2. ഇതറിയണേ. പി ബ്ലോക്കിൻ്റേത് NS2 NP1 to 6. ഡി ബ്ലോക്ക് ഞാൻ തന്നു. ആൻഡ് എഫ് ബ്ലോക്ക് NS1 to 2 N-1 D 0 to 1 N-2 F. ഇത് എഫ് ബ്ലോക്ക് ആണ് കേട്ടോ പറയണേ. എഫ് ബ്ലോക്ക് N-2 F 1 to 14. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. NS2 എന്ന് തന്നെ മതി. NS2 എന്ന് മതി. N-1 D 0 to 1. ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായും ചെയ്യും. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്കിൻ്റെ ജനറൽ ഫോർമുല. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഗ്രൂപ്പ് 13 മുതൽ 12 വരെ. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ബ്ലോക്കിൻ്റെ ഏതെങ്കിലും 2-3 വിശേഷം പറയാൻ. ഇത് വളരെ ക്ലീഷേ ക്വസ്റ്റ്യൻ ആണല്ലോ, എപ്പോഴും ചോദിക്കാറുണ്ട്.
ഡി ബ്ലോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും, അവർക്ക് കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഈ 3 എണ്ണം പഠിച്ചു വെക്കണം. ഇറ്റ് ക്യാൻ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇറ്റ് ക്യാൻ ഫോം കളേർഡ് കോംപ്ലക്സ്, ഇറ്റ് ക്യാൻ ബി ആക്ട് ആസ് കാറ്റലിസ്റ്റ്. അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളണം. എക്സ്പ്ലെയിൻ എനി 2 ബ്ലോക്ക്. ഏതെങ്കിലും 2 ബ്ലോക്ക് പറയാൻ. എസ് പി ഡി എഫ് 4 ബ്ലോക്ക് ഉണ്ട്. ഞാൻ 4 കൊണ്ട് പഠിപ്പിച്ചു തരാം, എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1 to 2 ആണ്. പി ബ്ലോക്ക് ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണ്. ഡി ബ്ലോക്ക് 3 മുതൽ 12 വരെയാണ്. എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാന്തനോയിഡ് ആൻഡ് ആക്ടിനോയിഡ് ആണ്. ഇനി അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അടുത്ത പോയിന്റ് പറയുന്നത്. അത് ഞാൻ എല്ലായിടത്തും എഴുതി തന്നു. എസ് ബ്ലോക്കിൽ എല്ലാവരും മെറ്റലാണ്, ഓൾ ആർ മെറ്റൽസ്. പി ബ്ലോക്കിൽ മെറ്റലും ഉണ്ട്, നോൺ മെറ്റലും ഉണ്ട്, മെറ്റലോയിഡും ഉണ്ട്. പി ബ്ലോക്കിൽ മാത്രമേ അതുള്ളൂ. ഡിയിലും എഫിലും എല്ലാവരും മെറ്റൽസാണ്. ഇനിയിപ്പോൾ ഡിയെ കുറിച്ച് 2-3 പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, അതൊക്കെ കൂടി അവിടെ എഴുതാം, ഡിയിൽ എഴുതാം. ഇനി എസിനെയും പിന്നെയും കളക്റ്റീവായിട്ട് നമ്മൾ എന്ത് പേര് വിളിക്കും? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് എന്ന് പേര് വിളിക്കും. ഡിയെ ട്രാൻസിഷൻ എലമെൻറ്റ് നേരത്തെ എഴുതി തന്നു, ട്രാൻസിഷൻ. എഫ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്. വിച്ച് ഈസ് ദി ആസിഡിക് ഓക്സൈഡ്? എടാ ഓക്സൈഡ് 3-4 വിധമുണ്ട്, പഠിക്കണേ. ആസിഡിക് ഉണ്ട്, ബേസിക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ആംഫോട്ടറിക് ഉണ്ട്. ഇപ്പോൾ പഠിക്കണം. ഓക്കെ, ആസിഡിക്കിന് എക്സാമ്പിൾ ചോദിച്ചാൽ Cl2O7 NCERT-യിലുള്ളതാണ്. സോ ഇവിടെ ആൻസർ കിട്ടി. ബേസിക്കിന് എക്സാമ്പിൾ, വേറൊരു ആസിഡിക്കിന് എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡിക് ഓക്സൈഡാണ്, വേറൊരു എക്സാമ്പിളാണ്. ബേസിക്കിന് എക്സാമ്പിളാണ് Na2O, സോഡിയത്തിൻ്റെ ഓക്സൈഡ്. ന്യൂട്രലിന് 3 എക്സാമ്പിൾ NCERT പറയുന്നുണ്ട്. CO, NO, N2O. പാട്ടായിട്ട് പഠിച്ചു, മറക്കാൻ പാടില്ല. ന്യൂട്രലിന് 3 എക്സാമ്പിൾ. ആംഫോട്ടറിക്കിന് 2 എക്സാമ്പിൾ പറയുന്നുണ്ട്. Al2O3യും As2O3യും NCERT പറയുന്ന എക്സാമ്പിളാണ്, കാണാൻ പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കും. അലുമിനിയത്തിൻ്റെ പൊസിഷൻ കണ്ടെത്തുക, സൾഫറിൻ്റെ പൊസിഷനും കണ്ടെത്തുക, എന്നിട്ട് അവർ തമ്മിലുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല പറയുക. അലുമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറ. 1s2, 2s2, 2p6, 3s2, 3p1. കാരണം അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. 2, 10, 13. അപ്പോൾ അത് ഏത് ബ്ലോക്കാടാ? പി ബ്ലോക്കാണ്. പി ബ്ലോക്കിൽ പെട്ട ആളാണ്. ഏത് ഗ്രൂപ്പാണ്? ലാർജസ്റ്റ് ഷെൽ നമ്പർ നോക്കുക, ഇതാണ് 3. ഇത് 1, ഇത് 2, ഇത് 2, ഇത് 3, ഇത് 3. അപ്പോൾ 3ാമത്തെ പീരീഡാണ്, ബ്ലോക്കല്ല, സോറി ഗ്രൂപ്പല്ല, പീരീഡാണ്, 3rd പീരീഡ്. ഗ്രൂപ്പ് കാണാൻ ഈ കാണുന്ന നമ്പറിലേക്ക് 12 കൂട്ടി പറഞ്ഞാൽ മതി, പി ബ്ലോക്ക് ആയതുകൊണ്ട്. സോ 13ാമത്തെ ഗ്രൂപ്പാണ്. ഇനി ആരാ പറഞ്ഞ? സൾഫർ അല്ലേ. സൾഫർ ആകുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p4 എന്ന് വരും. 16 അല്ലേ ടോട്ടലാണ്ട്. 2, 2, 10, 12, 14, 16. പറഞ്ഞോ, ഇയാളും പി ബ്ലോക്കാണ്, ഇയാളും 3rd പീരീഡ് തന്നെയാണ് അല്ലേ, 1, 2, 3. പക്ഷേ ഇയാളുടെ ഗ്രൂപ്പ് ഇതിൻ്റെ കൂടെ 12 കൂട്ടിയാൽ 16ാമത്തെ ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഗ്രൂപ്പും പീരീഡും ഇതൊക്കെ കിട്ടി, അയാളുടെ പൊസിഷൻസ് മനസ്സിലായി. ഇനി അവർക്കിടയിലുള്ള ബോണ്ട് കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്താ? അലുമിനിയം ആൻഡ് സൾഫർ. എടാ നമ്മൾ അലുമിനിയത്തിൻ്റെ വാലൻസി എങ്ങനെ പറയുക? നമ്മളിങ്ങനെ ഒരു തലക്കുന്ന എണ്ണ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഇങ്ങനെയാണല്ലോ ഈ ഗ്രൂപ്പ് പീരീഡിലുള്ള ആൾക്കാർ. അതിൻ്റെ വാലൻസി 1, 2, 3, 4. പിന്നെ താഴ്ത്തി എണ്ണ 3, 2, 1. ഇങ്ങനെ എഴുതുക. അപ്പോൾ ഞാൻ ആ ആൾക്കാരൊക്കെ ഒന്ന് എഴുതി തരാം. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കും അത് ബാധകമാണ്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. വാലൻസി ചോദിച്ചാൽ 1, 2, 3, 4, 3, 2, 1. 4 വരെ കൂട്ടുക, പിന്നെ അവിടെ നിന്ന് കുറക്കുക. അപ്പോൾ അലുമിനിയത്തിൻ്റെ വാലൻസി എത്ര? 3. അപ്പോൾ ഞാനിവിടെ വാലൻസി 3 എന്ന് എഴുതി. സൾഫറിൻ്റെ വാലൻസി എത്ര? 2. ഞാനിവിടെ 2 എന്ന് എഴുതി. ഇതുകൊണ്ട് ക്രോസ് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല കിട്ടി, Al2S3. ഈ 2 ഇവിടെ, 3 അവിടെ. ഇതാണ് അലുമിനിയം സൾഫറും തമ്മിലൊരു കോമ്പൗണ്ട് ഉണ്ടായാൽ അതിൻ്റെ ഫോർമുല. റേഡിയസ് ഓഫ് ഫ്ലൂറൈഡ് അയോൺ F- 136 ഫ്ലൂറിൻ മാത്രമാണെങ്കിൽ 64 ഉള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ മാത്രമാണെങ്കിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് F- എന്ന് മനസ്സിലായില്ലേ? ഇനി ഇതെങ്ങാനും F+ ആയിരുന്നെങ്കിൽ അതിനേക്കാൾ ഒരുപാട് കുറഞ്ഞേനെ. ഇതാണ് ഓർഡർ ഓഫ് സൈസ്. എന്തുകൊണ്ട്?
ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. എടാ, സൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജാണ്. പഠിക്ക്. ഇത് കാറ്റിയോൺ. അയാൾക്ക് സൈസ് ഏറ്റവും കുറവാണ്. എന്തുകൊണ്ട്? അയാൾക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതലായതുകൊണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. ഇത് ആനയോൺ, നെഗറ്റീവ് ചാർജ് ഉള്ളവൻ. സൈസ് ഏറ്റവും കൂടുതലാണ്. എന്തുകൊണ്ട്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കുറവായതുകൊണ്ട്. അപ്പോൾ അയണിക് റേഡിയസ് ഓഫ് വൈൽ ദി അറ്റോമിക് റേഡിയസ് ഓഫ് ഓൺലി. എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണം പറയാം. അക്കൗണ്ട് ഫോർ ദി ഫോളോയിങ് എന്ന് പറഞ്ഞാൽ താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാരണം പറയാം. എന്തുകൊണ്ടാണ്? ആനയോണിന് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വളരെ കുറവാണ്. ന്യൂട്രൽ ആറ്റത്തിന് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അതിനേക്കാൾ കൂടുതലാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ചിലപ്പോൾ ഈ ഫ്ലൂറിൻ്റെ കഥ ഒന്നും പറയാതെ ഡയറക്റ്റ് അങ്ങനെയൊക്കെ പറയും. കാറ്റിയോൺ ഈസ് സ്മോളർ ദാൻ ന്യൂട്രൽ ആറ്റം, ആനിയോൺ ഈസ് ലാർജർ ദാൻ ന്യൂട്രൽ ആറ്റം, കാറ്റിയോൺ ഈസ് സ്മോളർ ദാൻ ആനിയോൺ, ആനിയോൺ ഈസ് ലാർജർ ദാൻ കാറ്റിയോൺ. ഇങ്ങനെ എന്ത് ഡയലോഗ് പറഞ്ഞാലും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജുമായി കമ്പയർ ചെയ്ത് പറയുക. കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയാം. ആരാ വലുത് ആരാ ചെറുത് എന്ന് അവർ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ ആ വലുപ്പത്തിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് ഓർഡറാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു? ഏത്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് എ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്നതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഓർഗാനിക് കെമിസ്ട്രി. അടുത്ത വീഡിയോയിൽ വരും. താങ്ക് യു.